27 വർഷത്തിന് ശേഷം ഡൽഹി ഭരണം പിടിച്ച് ബി.ജെ.പിയുടെ മിന്നുന്ന തിരിച്ചുവരവ്. 70-ൽ 45 സീറ്റ് നേടിയാണ് ബി.ജെ.പി അധികാരത്തിലേക്ക് കുതിക്കുന്നത്. ആം ആദ്മി പാർട്ടി 62-ൽ നിന്ന് 25-ലേക്ക് താഴ്ന്നു സീറ്റ്. പൂർവാഞ്ചൽ മേഖലയിൽ നടത്തിയ മുന്നേറ്റമാണ് ബി.ജെ.പിക്ക് കരുത്തായത്. വൈകിട്ട് ബി.ജെ.പി ആസ്ഥാനത്തെത്തി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാലും, ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരും. ആദ്യം ശരത്തിലേക്ക്. ശരത്ത്, ഒടുവിലത്തെ നില 25-42 എന്നാണല്ലോ. 25-45. ഇനിയും താഴേക്ക് പോകും ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് നില എന്ന പ്രതീക്ഷയായിരിക്കും സ്വാഭാവികമായിട്ടും ബി.ജെ.പിക്ക് ഉണ്ടാവുക. എന്തായാലും 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹി ഭരിക്കും എന്ന കാര്യത്തിൽ ബി.ജെ.പിക്ക് ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള ഭാവി ചർച്ചകളിലേക്ക് കൂടെ ബി.ജെ.പി കടന്നിട്ടുണ്ടാകും. വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ബി.ജെ.പിക്ക്. ആം ആദ്മി പാർട്ടി വല്ലാതെ താഴോട്ട് പോവുകയും ചെയ്യുന്നു. ഒടുവിലത്തെ രാഷ്ട്രീയ വിവരങ്ങൾ എന്താണ്? സനീഷെ, വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിൽ നടന്നത്. അതുപോലെ തന്നെ വളരെ വലിയ ഒരു ഏറ്റുമുട്ടൽ തന്നെ പറയാം. അത് പോളിംഗിൽ പ്രതിഫലിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇഞ്ചുള്ള പോരാട്ടം തന്നെ നടന്നു ആം ആദ്മി പാർട്ടിയും ബി.ജെ.പിയുമായിട്ട്. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ 500 മുതൽ 1500 വരെ ഉള്ള ഭൂരിപക്ഷത്തിൽ 12ഓളം മണ്ഡലങ്ങൾ ബി.ജെ.പിക്ക് നേടാൻ കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത്ര ഒരു ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവസാന നിമിഷം വരെയും പോരാടിയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി കീഴടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ആദ്യഘട്ടത്തിൽ വേറെ പിറകിലായിരുന്ന ആം ആദ്മി പാർട്ടി പിന്നീട് തിരിച്ചു ഒരു വേള 30 വരെ എന്ന സംഖ്യ വരെ ആം ആദ്മി പാർട്ടി തിരിച്ചു വന്നു. ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് പിന്നെ ബി.ജെ.പി തങ്ങളുടെ ലീഡ് നില 45-ലേക്ക് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി തന്നെ ഈ വിജയം ആഘോഷിക്കാൻ, പ്രവർത്തകർക്കൊപ്പം ആഘോഷിക്കാൻ വൈകിട്ട് 6:30 ബി.ജെ.പിയുടെ ആസ്ഥാനത്തെത്തും. എന്തൊക്കെയായാലും വളരെ ഡൽഹി കണ്ട ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിനാണ് ഇന്ന് തിരശ്ശീല വീണിരിക്കുന്നത്. 27 വർഷത്തിന് ശേഷം ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന് വേണ്ടി ഡൽഹിയിലെ വോട്ടർമാർ വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ, സനീഷ്. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം, കെജ്രിവാളിനെ സംബന്ധിച്ചോളം ഇത് വലിയ തിരിച്ചടിയാണ്. അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി അതിഷി 3600 വോട്ടുകൾക്ക് ഇപ്പോൾ പിന്നിലാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് പിന്നിൽ. അതുപോലെ കെജ്രിവാളിനെ ലീഡ് നിലയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ കെജ്രിവാൾ നേരിയ വോട്ടിന് പിന്നിലാണ്. സ്വാഭാവികമായിട്ടും എന്താണ് ആം ആദ്മി പാർട്ടിയെ കാലിടറിയത് എന്ന് വരുന്ന ദിവസങ്ങൾ വിശകലനം ചെയ്യേണ്ടി വരും. 10 വർഷത്തെ അല്ലെങ്കിൽ 2 തവണത്തെ കെജ്രിവാൾ യുഗത്തിന് അന്ത്യം കുറിക്കുകയാണ് ഡൽഹി ഇന്ന്. ബി.ജെ.പിയെ സംബന്ധിച്ചോളം ഇത് വളരെ വലിയൊരു നേട്ടമാണ്. കാരണം മൂന്നാമത്തെ മോദി സർക്കാരിൻ്റെ തൊട്ട് കീഴിൽ ആം ആദ്മി പാർട്ടി ശക്തമായ വിമർശനവുമായി മോദിയെ വിമർശിച്ചുകൊണ്ട് പടർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഡൽഹിയിൽ നിന്ന് ആം ആദ്മി പാർട്ടി നേരെ ഗുജറാത്തിലേക്കും അതേപോലെ തന്നെ പഞ്ചാബിലേക്ക് പോവുകയും പഞ്ചാബ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഗുജറാത്തിൽ നല്ല മത്സരം കാഴ്ചവെച്ചു, ഗോവയിൽ മത്സരം കാഴ്ചവെച്ചു. ഒരു ദേശീയ പാർട്ടിയായി വളരാനുള്ള തന്ത്രപ്പാടിനിടയിലാണ് ഇപ്പോൾ സ്വന്തം തട്ടകത്തിൽ കാലിടറി വീണിയിരിക്കുന്നത്, സനീഷ്. ശരി ശരത്, ഞാൻ തിരിച്ചു വരാം. പുറത്ത് പിന്നിൽ ശരത് ലാലിൻ്റെ പിന്നിൽ വലിയ തോതിൽ ആഹ്ലാദ പ്രകടനങ്ങളുടെ ശബ്ദവും മറ്റും കേൾക്കാം. ന്യൂഡൽഹി ആകെ തന്നെയും വലിയ ആഹ്ലാദ പ്രകടനത്തിലാണ് ബി.ജെ.പി. 2014 തൊട്ട് ഇങ്ങോട്ടുള്ള നരേന്ദ്രമോദിയുടെ കാലത്ത്, മോദിയുടെ സർവ്വപ്രതാപകാലത്ത്, ബി.ജെ.പിയുടെ സർവ്വപ്രതാപകാലത്ത്, ബി.ജെ.പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം രാജ്യത്തിൻ്റെ ആകെ സുപ്രധാന വിജയ തീമായി മാറിയ കാലത്ത് പോലും അതിനെതിരായിട്ട് പിടിച്ചു നിന്ന, അതും രാജ്യ തലസ്ഥാനത്ത് പിടിച്ചു നിന്ന താരതമ്യേന പുതിയ ചെറുപ്പമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി ഏറ്റവും 60-ന് മേൽ സീറ്റ് നേടിയാണ് 2 തവണയും വലിയ ഭൂരിപക്ഷം നേടിയാണ് അവർ വിജയിക്കുകയും ആ സംസ്ഥാനം ഭരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. നരേന്ദ്രമോദിയുടെയും ബി.ജെ.പി സർക്കാരിൻ്റെയും മൂക്കിന് താഴെ എന്ന് പറയാവുന്നയിടത്ത് ആം ആദ്മി പാർട്ടിയുടെ ആ സുവർണ പ്രതാപകാലം അവസാനിക്കുകയാണോ എന്ന ചോദ്യം ഉയർത്തുന്ന വിധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഡെസ്കിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഇനിയും തമ്മിലടിക്കൂ, പോരാടി പരസ്പരം അവസാനിപ്പിക്കൂ എന്ന് ഒമർ അബ്ദുള്ള കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും വിമർശിച്ച് ഇതിനകം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെതിരെ വിമർശനങ്ങൾ വരുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് നിൽക്കാത്തതുകൊണ്ടാണ്, ഒറ്റക്കെട്ടായി നിൽക്കാത്തതുകൊണ്ടാണ് ഈ തിരിച്ചടി ഉണ്ടായത് എന്ന കാര്യങ്ങൾ വരുന്നു. രാഷ്ട്രീയമായിട്ട് സ്വാഭാവികമായിട്ടും വലിയ വിശകലനങ്ങളുടെ സമയമാണ് ഇനി അങ്ങോട്ടുള്ളത്. ഏത് നിലക്ക് ആണ് ഡൽഹിയിലെ ഈ തെരഞ്ഞെടുപ്പ് വിവരങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്? എന്ത് പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്?
സനീഷ്, തീർച്ചയായും രാജ്യതലസ്ഥാനത്ത് കഴിഞ്ഞ ഏതാണ്ട് 2 മാസത്തിലേറെ ഒരുപക്ഷെ ഡൽഹിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധമുണ്ടായ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം, തെരഞ്ഞെടുപ്പ് കോലാഹലം, വാദപ്രതിവാദങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഫലമാണ് ഇന്ന് വരുന്നത്. ഏതാണ്ട് BJP 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയുടെ അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നു. അത് BJPയെ സംബന്ധിച്ച് അവരുടെ വലിയൊരു അഭിമാന പ്രശ്നമായിരുന്നു. കാരണം ഇപ്പോൾ സനീഷ് തന്നെ സൂചിപ്പിച്ച പോലെ ഡൽഹിയിൽ നരേന്ദ്രമോദി സർക്കാർ 3ാം തവണയും അധികാരത്തിലെത്തുമ്പോൾ ഒരുപക്ഷെ ഇനി ഡൽഹി ഭരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ BJPയെ സംബന്ധിച്ച് വലിയ അഭിമാന ക്ഷതമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറും. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലും ഡൽഹിയിൽ അധികാരത്തിലെത്തുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് വലിയ ആവശ്യമായിരുന്നു. ഒരുപക്ഷെ അധികാരത്തിൽ തുടരുക എന്ന ആം ആദ്മി പാർട്ടിയുടെ ആവശ്യത്തെക്കാൾ അധികാരത്തിൽ തിരിച്ചെത്തുക എന്ന BJPയുടെ ആവശ്യമാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. ആ രൂപത്തിലുള്ള പ്രചരണവും പ്രവർത്തനവും തന്നെ BJP നടത്തിയിരുന്നു. BJP വളരെ വെൽ കാൽക്കുലേറ്റഡ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ അഴിമതി വിരുദ്ധത മുഖച്ഛായയാക്കി അല്ലെങ്കിൽ അഴിമതി വിരുദ്ധതയെ പ്രചാരണമാക്കി അഴിമതിക്കാരെ തുടച്ചു നീക്കും എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും പുതിയ പാർട്ടിയായി ഉദയം ചെയ്യുന്നത്. അതിൻ്റെ തലപ്പത്തായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നത്. അതായത് അഴിമതി വിരുദ്ധത, അഴിമതിയെ തുടച്ചു നിൽക്കുക എന്നതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെയും കെജ്രിവാളിൻ്റെയും ലക്ഷ്യവും മുദ്രാവാക്യവും. ആ ലക്ഷ്യത്തെയും മുദ്രാവാക്യത്തെയും തന്നെ തിരിച്ചടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ തിരിച്ചു നൽകിക്കൊണ്ടാണ് BJP ഇപ്പോൾ ജയത്തിലേക്ക് വരുന്നത്. അതായത് ഒരു മദ്യനയ അഴിമതി കേസിൽ ഉൾപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുന്നു. അരവിന്ദ് കെജ്രിവാളിനൊപ്പമുള്ള ആളുകൾ, മനീഷ് സിസോദിയ, സോമനാഥ് ഭാരതി അടക്കമുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഹൃദയമായി പ്രവർത്തിക്കേണ്ട ആളുകളെ മുഴുവൻ ഈ അഴിമതി കേസുകൾപ്പെടുത്ത് ജയിലിലിടുന്നു. അതായത് ആം ആദ്മി പാർട്ടി എന്താണോ ലക്ഷ്യം വെച്ചത് അല്ലെങ്കിൽ എന്താണോ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെ മുഴുവൻ ഒരു ജയിലിലേക്ക് അല്ലെങ്കിൽ അഴിമതി കേസിൽപ്പെടുത്തി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതുകൂടി ആം ആദ്മി പാർട്ടി ആ പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ പൂർണ്ണമായും ജനങ്ങൾക്കിടയിൽ ഇല്ലാതാകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ BJP കഴിഞ്ഞു. അതുമാത്രമല്ല BJP ആരോപണം തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരുന്നു. അതായത് സദ്ഭരണം എന്ന മുദ്രാവാക്യവുമായി വന്ന ആം ആദ്മി പാർട്ടിക്ക് സദ്ഭരണം നൽകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവിടെ നടക്കുന്ന അഴിമതിയാണ് എന്ന കാര്യത്തിൽ വലിയ പ്രചരണം BJP നയിച്ചു അല്ലെങ്കിൽ BJP നടത്തി. അതിൽ BJP വിജയിച്ചു എന്ന് വേണം നമ്മൾ കാണേണ്ടത്. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, അതായത് ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഴിമതി വിരുദ്ധത എന്നുള്ളത് മാത്രമല്ല, സദ്ഭരണം എന്നുകൂടിയുണ്ട്. അതായത് കാലാകാലങ്ങളായി ഡൽഹി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളത്തിൻ്റെ വലിയ വില, അതോടൊപ്പം വീട്ടുവാടകയെക്കുറിച്ച് ഡൽഹിയിലെ വീട്ടുവാടകയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെ കുറച്ചു കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ യാത്രാ സൗകര്യം, സ്ത്രീകൾക്കടക്കം സൗജന്യമായ യാത്രാ സൗകര്യം. അതോടൊപ്പം തന്നെ ഡൽഹി ഒരുപക്ഷെ ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ്. ആ പ്രദേശത്ത് സ്ത്രീകൾക്ക് വലിയ സുരക്ഷ ഒരുക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ആദ്യം അധികാരത്തിൽ വരുന്നത്. ആദ്യത്തെ 5 കൊല്ലം അല്ലെങ്കിൽ ആദ്യത്തെ 7 കൊല്ലം അങ്ങനെ തന്നെ പോവുകയും ചെയ്തു. പക്ഷേ പിന്നീടുള്ള കഴിഞ്ഞ 5 വർഷം ആം ആദ്മി പാർട്ടി നിന്നത് മുഴുവൻ BJP എന്ത് ചെയ്തോ അതിൻ്റെ തുടർച്ചയായി. അതായത് രാമക്ഷേത്രം നിർമ്മിക്കാനായി മോദി പോകുന്നുണ്ടെങ്കിൽ ഹനുമാൻ ചാലിസ ചൊല്ലാനായി കെജ്രിവാൾ പോകുന്നു. അതായത് BJP നടത്തിയ തീവ്ര ഹിന്ദുത്വ പ്രവർത്തനങ്ങളെ ഒരു മൃദു ഹിന്ദുത്വ രൂപത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി അവരുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ നയങ്ങളെ മാറ്റിയെടുത്തു അല്ലെങ്കിൽ മാറിപ്പോയി. ആ രൂപത്തിൽ ജനങ്ങൾ നോക്കുമ്പോൾ ഒരു BJP എന്താണോ ചെയ്യുന്നത് അതിൻ്റെ മറ്റൊരു രൂപമായി ആം ആദ്മി സർക്കാർ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാറി. അതായത് അതിന് മുന്നത്തെ 7 വർഷം അവർ നൽകിയ വാഗ്ദാനങ്ങൾ, അവരുടെ മുദ്രാവാക്യങ്ങൾ, അഴിമതി തുടച്ചു നിൽക്കുക, സദ്ഭരണം കൊണ്ടുവരിക, ഡൽഹിയിലെ വലിയ രൂപത്തിൽ ഡൽഹിയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാലിന്യ പ്രശ്നം, അതിനെല്ലാം അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ ഈ അവസാനത്തെ 5 വർഷം ആം ആദ്മി സർക്കാർ മാറിപ്പോയി. അത് മാത്രമല്ല ആം ആദ്മി പാർട്ടിക്ക് അകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ, വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. അതാണ് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി മാറുകയും അഴിമതി വിരുദ്ധ പാർട്ടി എന്ന നിലയിൽ രംഗത്ത് വന്ന് സ്ഥാനമുറപ്പിച്ച ആം ആദ്മി പാർട്ടിയെ തന്നെ അഴിമതിയുടെ തന്നെ പേരിൽ ജയിൽ അതിൻ്റെ നേതാക്കളെ കൊണ്ടുവന്നെത്തിക്കാൻ BJPക്ക് സാധിച്ചതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെ നിരവധിയായുള്ള രാഷ്ട്രീയ കാരണങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമായിട്ട് ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്. അക്കാര്യങ്ങൾ വിശദമായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ശ്രീജിത്ത് ബാലകൃഷ്ണൻ. ഞാൻ തിരിച്ചു വരാം ശ്രീജിത്ത് താങ്കളിലേക്ക്. ശരത് ലാൽ അവിടെ നിന്ന് തുടരുന്നുണ്ട്. BJPയിൽ ശരത്ത് മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ അരവിന്ദ് കെജ്രിവാൾ ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ടെന്നാണല്ലോ കേൾക്കുന്നത്. അതീഷ് ഇപ്പോഴും പിന്നിലാണ്. ഈ ആം ആദ്മി പാർട്ടിയെ എലിമിനേറ്റ് ചെയ്യും എന്നാണ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിജയം അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തുമെന്ന് മാത്രമല്ല, കോൺഗ്രസ് മുക്ത ഭാരതം എന്നവർ ഒരു ഘട്ടത്തിൽ മുദ്രാവാക്യം ഉണ്ടാക്കിയതുപോലെ ആം ആദ്മി പാർട്ടിയെ ഡൽഹി ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനം ഇതിനകം തന്നെ പല ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. എവിടങ്ങളിലൊക്കെയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ വലിയ തിരിച്ചടി നേരിട്ടത്? അവിടങ്ങളിൽ ഇപ്പോഴത്തെ നില എന്താണ്? BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും പിന്നിൽ പോവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? സനീഷ കേൾക്കുന്നില്ല, സൗണ്ട്
അവിടെ ആഹ്ലാദ പ്രകടനത്തിന് ശബ്ദം ഉയർന്നതുകൊണ്ട് അവിടെ കേൾക്കാൻ സാധ്യതയില്ല. കാരണം വലിയ ആഹ്ലാദ പ്രകടനത്തിലാണ് BJPയുടെ പ്രവർത്തകർ. ഞാൻ തിരിച്ചു വരാം ശരത്ത് താങ്കളിലേക്ക്. ഒരുപക്ഷെ കുറച്ച് സമയത്തിന് ശേഷം മതി നമുക്കിനി അവിടെ നിന്ന് ഉള്ള റിപ്പോർട്ടിങ് കാരണം അത് അവിടെ നിൽക്കുന്നത് താങ്കൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. BJP ആസ്ഥാനത്ത് വലിയ ആഹ്ലാദ പ്രകടനമാണ്. ഒരുപക്ഷെ BJP ആസ്ഥാനത്ത് മാത്രമല്ല, ശരത്ലാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്നാൽ അവിടങ്ങളിലും ശബ്ദം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം 27 വർഷത്തിന് ശേഷമാണ് BJP ഡൽഹിയിൽ അധികാരത്തിലേക്ക് വരുന്നത്. 27 വർഷത്തിന് ശേഷം. 27 വർഷം എന്ന് വെച്ചാൽ അവർ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം സർവ്വപ്രതാപിയായിരുന്ന 10-14 വർഷം കൂടെ 10 വർഷം കൂടെ അതിനകത്തുണ്ട്. നരേന്ദ്രമോദി സർക്കാർ വന്നിട്ട് അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഫോഴ്സായിട്ട് BJPയും അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയവും മാറിയ കാലത്തും രാജ്യ തലസ്ഥാനത്ത് പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ എന്ന താരതമ്യേന പുതിയ രാഷ്ട്രീയ നേതാവ് വലിയ നരേന്ദ്രമോദിയുടെ വലിയ രൂപത്തിന് പിന്നിൽ രാഷ്ട്രീയമായിട്ട് ചെറുതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് താമരക്ക് എതിരായിട്ട് ചൂൽ എന്ന വളരെ സാധാരണക്കാരൻ്റെ ഒരു അടയാളവും എടുത്തു വന്ന ആം ആദ്മി പാർട്ടി അത്രയ്ക്ക് ശക്തമായിട്ടുള്ള സാന്നിധ്യമായിട്ട് നിന്നിരുന്നു. BJPക്ക് നേരത്തെ ഇടമില്ലാതിരുന്ന പല സ്ഥലങ്ങളും BJP അവരുടെ രാഷ്ട്രീയം വെച്ച് പിടിച്ചപ്പോഴും രാജ്യ തലസ്ഥാനം അവർക്ക് ബാലികേറ മലയായി നിൽക്കുകയായിരുന്നു. പക്ഷേ അതിനാണിപ്പോൾ അന്ത്യമുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും BJPയുടെ രാഷ്ട്രീയ ആഘോഷ പ്രകടനങ്ങൾക്ക് മാറ്റ് കൂടും, ശബ്ദം കൂടും. ആ ശബ്ദത്തിനിടയിലാണ് ശരത്ലാൽ അവിടെയുള്ളത്. ശരത്ലാലിലേക്ക് തിരിച്ചു വരാം. ശ്രീജിത്ത്, ഇതിൻ്റെ തുടർ സംഗതികൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിക്കകത്ത് വലിയ പരസ്പര വിമർശനം സ്വാഭാവികമായിട്ടും വരും. രാഷ്ട്രീയ നിരീക്ഷകർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുക അതാണ്. BJPക്ക് പക്ഷേ ഈ ഘട്ടത്തിൽ ഡൽഹി 27 വർഷത്തിന് ശേഷം കിട്ടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏത് നിലക്കുള്ള വിവരങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നത്? തീർച്ചയായും ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ആരെയും ഉയർത്തിക്കാട്ടാതെയാണ് BJP ഇത്തവണ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. അത് ഒരിക്കലും BJPക്ക് അതിൻ്റെ ആവശ്യം വന്നിരുന്നില്ല. കാരണം നരേന്ദ്രമോദി നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പ്, ഡൽഹി രാജ്യ തലസ്ഥാനത്ത് നരേന്ദ്രമോദി നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പ്, അമിത്ഷാ അതിനെല്ലാം ഒപ്പത്തിനൊപ്പം പിടിച്ച തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 45 സീറ്റുകൾ നേടി 27 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലെത്തുമ്പോൾ എന്തായാലും ഉറപ്പായും BJP മുന്നോട്ട് വെക്കുന്ന പേരുകൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിച്ച് ജയിച്ച പർവേസ് സാഹിബ് തന്നെയാകാനാണ് സാധ്യത. അദ്ദേഹത്തിനൊപ്പവും നിരവധി പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ഒരു പേരിലേക്ക് എത്തുന്നില്ല. അല്ലെങ്കിൽ രമേഷ് ബിദൌരിയെ പോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രമേഷ് ബിദൌരി ആയാലും പർവേസ് സാഹിബ് ആയാലും ഈ രണ്ട് പേരുകളിലേക്ക് ചുരുങ്ങാതെ അത് BJPയുടെ ഒരു രാഷ്ട്രീയം ആ രൂപത്തിലാണ് ഇപ്പോൾ വികസിച്ചു വരുന്നത്. കൂടുതൽ പേരുകൾ, കൂടുതൽ ആളുകളെ ജനങ്ങളിൽ എത്തിക്കുക എന്ന രൂപത്തിലേക്ക് BJP ആ ഒരു രാഷ്ട്രീയത്തെ കൊണ്ടുവരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് രമേഷ് ബിദൌരിയും പർവേസ് സാഹിബും. ഈ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു വലിയ പരിഗണന മുന്തിയ പരിഗണന കിട്ടിയേക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് BJPയുടെ ദേശീയ ആസ്ഥാനത്ത് അനൗദ്യോഗിക യോഗം ചേരുന്നുണ്ട്. ഒപ്പം മോദി തന്നെ നേരിട്ട് BJPയുടെ ദേശീയ ആസ്ഥാനത്ത് എത്തുന്നുണ്ട്. എന്തായാലും വലിയ രൂപത്തിലുള്ള പ്രചാരണ കോലാഹലങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, വാദപ്രതിവാദങ്ങൾ എല്ലാം കഴിഞ്ഞ ശേഷം ഉള്ള തെരഞ്ഞെടുപ്പ്. BJP എന്തായാലും അവർക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു നേതാവിനെ അക്കാര്യത്തിൽ BJPയെ സംബന്ധിച്ച് നിലവിൽ ഒരു തർക്കത്തിനുള്ള സാധ്യത വരുന്നില്ല. എന്തായാലും പ്രധാനപ്പെട്ട 2-3 പേരുകൾ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രമേഷ് ബിദൌരിയും പർവേസ് സാഹിബും ഒക്കെ ചർച്ചയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും മുഖ്യമന്ത്രിയായി വരികയെന്നാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ രൂപത്തിൽ നേരത്തെ സനീഷ് സൂചിപ്പിച്ച പോലെ ഇന്ത്യ സഖ്യത്തിനിടയിൽ അല്ലെങ്കിൽ വലിയ ചർച്ചകൾ, വലിയ വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. BJPയെ സംബന്ധിച്ച് സുരക്ഷിതമായി കഴിഞ്ഞു. കാരണം മറ്റ് MLA-മാരും എവിടെ നിന്നും ചാടിപ്പോകാൻ പോകുന്നില്ല. അതുമാത്രമല്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം നേരിട്ട് BJP ദേശീയ നേതൃത്വമാണ് എടുക്കാൻ പോവുക. മറ്റ് തർക്കങ്ങളോ ചർച്ചകളോ ഒന്നും BJPയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിലും കോൺഗ്രസിലും ആം ആദ്മി പാർട്ടിയിലുമാണ്. ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഒമർ അബ്ദുള്ളയാണ് ആദ്യം വിമർശനം സ്വരം ഉയർത്തിയത്. ഒരുപക്ഷെ ഒന്നിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ ഈ രൂപത്തിലേക്ക് പോകേണ്ടി വരില്ല. കാരണം തൊട്ടു മുമ്പ് ഹരിയാന നമ്മുടെ മുന്നിലുള്ള അനുഭവമാണെന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. ആരെയും ഒപ്പം കൂട്ടിയില്ല, പരാജയപ്പെടുകയാണുണ്ടായത്. ഡൽഹിയിലും സമാനമായ സാഹചര്യം. ഡൽഹി ഒരുപക്ഷെ ഈ ഇടത് പാർട്ടികൾക്കൊക്കെ വലിയ വോട്ട് വിഹിതം കുറവാണെങ്കിൽ പോലും ഈ ഭൂരിപക്ഷത്തിൻ്റെ കണക്കെടുത്താൽ, അതായത് 500 മുതൽ അല്ലെങ്കിൽ 200 മുതൽ 500-600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഏതാണ്ട് 10ഓളം മണ്ഡലങ്ങളിലെ ഇപ്പോൾ ലീഡ് നില പുരോഗമിക്കുന്നത്. അതായത് 500 വോട്ടുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്കോ കോൺഗ്രസിനോ ജയിക്കാവുന്ന ഒരു സാഹചര്യം ഈ 10 മണ്ഡലങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആ 500 വോട്ടുകളിൽ ഇടത് പാർട്ടികളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ആം ആദ്മി പാർട്ടിയുണ്ട്, BSP ഉണ്ട്, സമാജ്വാദി പാർട്ടിയുണ്ട്. ഇവരെല്ലാം വിഘടിച്ച് അതോടൊപ്പം
തന്നെ മജ്ലിസ് പാർട്ടി ഓഖല മണ്ഡലത്തിൽ മജ്ലിസ് പാർട്ടി ഒരു തവണ മുന്നിലെത്തുകയും ചെയ്തു. ആ രൂപത്തിൽ ഈ ഒരു 10-12 പാർട്ടികളെ ഒന്നിച്ചു നിർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ നിലയായിരുന്നു ഇത്തവണ ഡൽഹിയിൽ എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മളിത് കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ കാണുക. നേരത്തെയും അത് അങ്ങനെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു. ഏതാണ്ട് 19ഓളം പ്രവചന ഫലങ്ങൾ വന്നപ്പോൾ അതിനകത്ത് 11 ഈ ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും, BJP വൻ മുന്നേറ്റം നടത്തും എന്ന പ്രവചനം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. അത് ആ മട്ടിൽ എളുപ്പത്തിൽ തന്നെയും പ്രവചിക്കാവുന്നൊരു നില ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ ആം ആദ്മി പാർട്ടിയെ അരവിന്ദ് കെജ്രിവാളിനെ വിമർശിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ जंगपुरा की समस्याओं को वो हल करेंगे, जंगपुरा के लोगों की जितनी भी चीज़ें हैं उनको हल करेंगे. बाकी तो अब बाकी देखते हैं. सर काफी टफ फाइट रही है, कैसे देखते हैं कहाँ चूक हो गई? नहीं, अब चूक तो आपको बताएंगे एनालिसिस करके. മനീഷ് സിസോദിയ സംസാരിക്കുകയായിരുന്നു. കൂടുതൽ വിശകലനങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ വിശദമായിട്ട് പറയാം എന്നാണ് ഒരു പ്രാഥമിക പ്രതികരണ നിലക്ക് അദ്ദേഹം വന്ന് പറയുകയായിരുന്നു.